വിഘാതം നിന്ന് ഞങ്ങളുടെ ഈ ട്യൂബുകളും മെഷീനുകളും ഉപയോഗിച്ച് അതിന് വിലങ്ങുതടിയാവുന്നത് ക്രൂരതയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം രാജീവിൻ്റെ ഈ ലോകത്തല്ലാതുള്ള ജീവിതത്തെ പറ്റിയുള്ള വിശ്വാസം താങ്കൾക്ക് മാത്രം അവകാശപ്പെട്ടു. അതിന് വിഘാതം നിൽക്കുന്നത് ചിലപ്പോൾ മതവുമാണ്. അതൊരു ക്രൂരതയാണ്. ഡോക്ടർ സുരേഷ്, ഇപ്പോൾ ഈ നമ്മൾ ലൈഫ് സേവിങ് സിസ്റ്റത്തെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് സേവിങ് കെയർ. അപ്പോൾ ജീവൻ രക്ഷാ മരുന്ന്, ജീവൻ രക്ഷാ സംവിധാനം, അല്ലെങ്കിൽ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഏത് ജീവനാണ് രക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ജീവനെയാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടത് എന്നുള്ള വളരെ റാഷണലായിട്ടുള്ള ചിന്തകളും ആവശ്യമല്ല. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ സാറിനോട് ചോദിച്ച ചോദ്യത്തിന് എൻ്റെ റെസ്പോൺസ്, ഇത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എന്നുള്ള വളരെ ഇതിൽ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ദീർഘകാലമായിട്ട് രോഗികളോട് സംസാരിച്ചിരിക്കുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ദീർഘകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഒരു കൊല്ലത്തിൽ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ 2500 പേഷ്യൻസാണ്. ഒരു 70% ഞങ്ങളുടെ കേരളം മരിക്കുന്നത്. ഞാൻ പറയുന്നത് കേരളത്തിലെ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ 50,000-ൽ കൂടുതൽ മനുഷ്യർ. അതിലൊരു കാര്യം വളരെ കൃത്യമായിട്ടുള്ളത്, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ചില മെച്ചങ്ങളുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ 99% സോക്കോൾഡ് വിശ്വാസികളല്ല. വിശ്വാസം എന്ന് പറയണമെങ്കിൽ അത് അന്ധമാവണം. അതായത് വാട്ട് എവർ കംസ് യു സ്റ്റിക്ക് ടു ഇറ്റ്. നിങ്ങൾ തീരുമാനിക്കുന്നു, ഓക്കെ ഇതല്ല ജീവിതം, ഇത് കഴിഞ്ഞിട്ടൊരു വേറൊരു ജീവിതമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ട്രാൻസ്ജൻ അല്ലെങ്കിൽ ഒരു പുനർജന്മമുണ്ട്. ഇത് നിങ്ങൾ 100% വിശ്വസിച്ചില്ലെങ്കിൽ, ചെറിയൊരു ഇടർച്ച അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ നിങ്ങൾക്ക് സംശയമായി ഇങ്ങനെ ഉണ്ടാവുമോ, നാളെ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇനി സ്വർഗത്തിലേക്ക് പോകുമോ, സ്വർഗം ഉണ്ടോ എന്നുള്ള ഒരു ആലോചന മരിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമുള്ള ഒരു ആലോചനയാണ് അത്. പക്ഷെ അത് ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്ന 100% എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള കാര്യം അത് വളരെ കുറവാണ്. അത് തിരിച്ചുള്ള അവിശ്വാസവും അന്ധമായിട്ടുള്ള അവിശ്വാസവും. നമ്മുടെ 99% ആൾക്കാരും വിശ്വാസമോ അവിശ്വാസമോ ഒരു 50% ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. നമുക്കതിൽ സംശയങ്ങൾ ഉണ്ടാവും. നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നും ഇതുള്ളതാണെന്ന്, ചില സമയത്ത് നമുക്ക് തോന്നും ഇതില്ലാത്തതാണെന്ന്. അങ്ങനെ ഒരു കാര്യം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇത് എളുപ്പമല്ല. ഇപ്പം ഞാൻ പേഴ്സണലി എനിക്കറിയാം 100% വിശ്വാസിയാണെങ്കിൽ ഒരു മെച്ചമുണ്ട് ഈ മേഖലയിൽ. പക്ഷേ ചിലർക്ക് എന്നെ കൊണ്ടത് പറ്റില്ല. നമുക്ക് അവിശ്വാസം, അതിൻ്റെ കൂടെയുള്ള സംശയങ്ങൾ തലപ്പൊക്കും. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം അതല്ലാതെ നമ്മളിത് ഫേസ് ചെയ്ത് മുഴുവൻ വിശ്വാസത്തിൽ, അത് മതവിശ്വാസം മാത്രമാവണമെന്നില്ല, 100% രാഷ്ട്രീയ വിശ്വാസമോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഇമ്മാറ്റീരിയലാണ്. നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ്.